Hi guys, welcome back to my channel YouTube show me Nashimir. അപ്പോൾ ഇന്ന് ഞങ്ങളെ മണാലിയിൽ നിന്ന് ഡൽഹിയിലെത്തി. Sir, my timing is 4 o'clock, okay? 4 o'clock. Last. Full cover है? Yeah. Okay. Sir, see that. Let's go to Qutub Minar. No. Sir, route. You wait कितना minutes? Yeah? You wait कितना minutes? कितना minute? No. बस वो. അപ്പോൾ ഇന്ന് ഡൽഹിയിലത്തെ സൈറ്റ് സീയിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. Sir, this baby loss. My charge is 1,700. ഡൽഹിയിൽ നിന്ന് കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഡൽഹിയിൽ ഒരു 5-6 സ്ഥലങ്ങൾ പോകുന്നുണ്ട്. കുത്തബ് മിനാർ, രാജ്ഘട്ട്, അതേമാതിരി പാർലമെന്റ് ഔട്ട് സൈഡിലാണ് കാണുന്നത്. കുത്തബ് മിനാറൊക്കെ ഉള്ളിൽ കയറാം. പിന്നെ ഇന്ദിരാഗാന്ധി മ്യൂസിയം, അങ്ങനെ ഒരു 6-7 സ്ഥലത്തേക്ക് പോകാൻ നമ്മളൊരു കാർ എടുത്തിരിക്കുകയാണ്. 1,400 രൂപയാണ് അവർ പറഞ്ഞത്. 2,500 പറഞ്ഞു, 1,700 പറഞ്ഞു. ലാസ്റ്റ് ഒരു 1,400 രൂപയ്ക്ക് നമ്മളിത് മൊത്തം കറങ്ങാൻ ഒരു 5 hour വണ്ടി എടുത്തിട്ട് നമ്മൾ മൊത്തം കറക്കി കാണിച്ചു തരും. കാരണം ഇവിടെ നമ്മൾ ഈ ഓട്ടോറിക്ഷ എടുത്ത് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമാണ്, പക്ഷേ ടൈം കിട്ടില്ല. ഒരുപാട് ടൈം എടുക്കണം വണ്ടി കാത്തിരിക്കാനും. അതേമാതിരി ചെറിയ പൈസ ഒക്കെ കിട്ടും, 10-30 രൂപക്കൊക്കെ നമുക്ക് ഓട്ടോറിക്ഷ കയറി പോകാൻ കഴിയും. പക്ഷേ ടൈം ഒരുപാട് വ്യത്യാസം വരിക. ഇവരൊക്കെ അങ്ങനെ റൂട്ടിൽ നമുക്ക് ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തരും. No go to Villa Mandir. This construction opposite. അപ്പോൾ ഇത് നമ്മുടെ ഏകദേശം മാർക്കറ്റിൻ്റെ അടുത്താണ്, റെഡ് ഫോർട്ടിൻ്റെ ഒക്കെ അടുത്താണ്. റെഡ് ഫോർട്ട് ഞങ്ങൾ ഫസ്റ്റ് പോയത് കൊണ്ട് തന്നെ റെഡ് ഫോർട്ടിൽ ഇനി പോകുന്നില്ല, ബാക്കിയുള്ള സ്ഥലങ്ങളാണ് കാണാൻ നിൽക്കുന്നത്. ആദ്യം രാജ്ഘട്ടാണ് പോകുന്നത്. ഗാന്ധിയുടെ ഖബറില്ലേ, ഗാന്ധി ഖബർ, Yeah. Gandhi Mandir. Gandhi Kabar. ഖബർ മന്ദിരമുണ്ട്. Not Mandir. ഇവിടെ സ്റ്റേഡിയമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. Not allowed. Go to 10 minutes. Okay? 10 minutes. Yeah. Okay. നമ്മളെ ഗാന്ധിയുടെ No height. ഖബർ കാണാൻ No height. ഓക്കെ. This Yeah. under. Under. Only photo. Come back. Okay. Okay? Full. I'm bet here. Okay. Go. ഇത് രാജ്ഘട്ടാണ്. അപ്പോൾ ഉള്ളിലോട്ട് പോകുന്നതാണ്. ഞാൻ ബാഗ് ചെക്ക് ചെയ്യട്ടോ ആയിട്ട്, ഞാൻ കൈ പിടിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. വലിയ പാർക്കാണ്. പാർക്കിലൊന്നും അങ്ങനെ കയറുന്നില്ല, ജസ്റ്റ് ഖബർസ്ഥാനി മാത്രമേ കാണുന്നുള്ളൂ. ചാർജൊന്നുമില്ല. വലിയ പാർക്കാണ് മൊത്തം. കയറണമെങ്കിൽ നടക്കാണെങ്കിൽ ഒരുപാട് നടക്കാണ്ട്. അവിടെ ചപ്പലൊക്കെ പുറത്ത് ഊരി വെച്ചിട്ട് വേണം പോവാൻ. അങ്ങനെ ഉള്ളോട്ട് കയറണം. വേറെ ഫീലാണല്ലോ ആയിട്ട്. ഷോപ്പ് വരികല ഞാനേ. അപ്പോൾ ഇതാണ് ഗാന്ധിയുടെ സമാധി. വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ സാധിക്കും നമുക്ക്. ആയിട്ട് നമുക്ക് കറങ്ങി വരാം, എന്നിട്ട് ഫോട്ടോ എടുക്കാം. ഇതൊക്കെ ഒന്ന് കാണേണ്ടി വരും. അടിപൊളി സെറ്റപ്പാണ്. ഫുള്ള് പൂന്തോട്ടാണ്, അതിൻ്റെ നടുവിലാണ് ഗാന്ധിയുടെ ഖബർസ്ഥാനി.
ഇവിടെ നമുക്ക് വേറൊരു ഫീലാണ്, ഫുൾ ടൈം പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയൊരു ഫീലാണ് നമുക്കിവിടെ വരുമ്പോൾ. വേറൊരു എൻട്രിയാണ്, 2-3 എൻട്രി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ആൾക്കാർ കൂടാൻ തുടങ്ങി, പക്ഷെ ഇവിടെ ഒച്ചയും ബഹളവും കാര്യങ്ങളും ഒന്നുമില്ല. എല്ലാവരും വരുന്നു, ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുന്നു, അങ്ങനെ പോകുന്നു. പിന്നെ മേലൊക്കെ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു വലിയൊരു പാർക്കാണ്, പോയി ഫോട്ടോ എടുക്കാനും ഇതാക്കാനൊക്കെ കഴിയും. പെട്ടെന്ന് ഇറങ്ങി ഇനി നമ്മൾ പോകുന്നത് ഇന്ത്യൻ ഗേറ്റിലേക്ക് കഴിക്കും, കാരണം തൊട്ടടുത്ത് തന്നെ ഇന്ത്യൻ ഗേറ്റ് വരിക. ഇനി ഇന്ത്യൻ ഗേറ്റ് കാണാനാണ് പോകുന്നത്. ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പോകുമ്പോൾ കാണിച്ചു തരാൻ. ഏറ്റവും നല്ല സുഖം ചെറിയൊരു വണ്ടി ടാക്സി വിളിച്ചിട്ട് എല്ലാ ഭാഗങ്ങളും കാണാൻ പോകുന്നൊരു സെറ്റ് ചെയ്യാണ്. അവർ റേറ്റ് പറയാൻ ഫസ്റ്റ് 2500 പറയുമെങ്കിൽ നമ്മളൊരു ഡിസ്കൗണ്ട് ചെയ്തിട്ട് 1500 രൂപ 1300 രൂപ ഒക്കെ ചെയ്ത് തരും. അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാണുക, ഇറങ്ങാൻ കയറി അങ്ങനെ പോകും. ഏകദേശം 8 മണിക്കൂറോളം നമ്മളെ ഡൽഹി മൊത്തം കാണാനും സാധിക്കും. പിന്നെ ഇവിടെ ഈ കിസാൻ്റെ പ്രശ്നമായതുകൊണ്ട് ഒരുപാട് ഏരിയ ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് ഭാഗങ്ങൾ അടച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ ഏതൊക്കെ ഭാഗങ്ങൾ കാണാൻ കഴിയുന്നൊന്നും അറിയില്ല. ഇറങ്ങോട്ടില്ല ഗാന്ധി ദർശൻ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തത് ഇനി ഇന്ത്യൻ ഗേറ്റിൻ്റെ വീഡിയോ ആണ്. അത് എല്ലാം പാടെ ഇതിന് കൂട്ടിക്കഴിഞ്ഞ് വലിയൊരു ലെങ്ത് ആവും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അത് എൻ്റെ വീഡിയോസും ചാനൽ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.